ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഞാനിതാ ഷോപ്പിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. അസ്മിക്കുട്ടനെ സ്കൂളിലേക്ക് പോകാൻ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് 4 എത്ര പെട്ടെന്നില്ലേ, എത്ര പെട്ടെന്ന് അപ്പോൾ 4 പിന്നെ അപ്പോൾ അതാ അസ്മിക്കുട്ടൻ്റെ സ്കൂളിൽ നിന്ന് പരിപാടി കേട്ടോ. പരിപാടി വെച്ചാൽ പഠനോത്സവം എന്നൊരു പരിപാടിയാണ്. അത് ഉച്ചയ്ക്ക് ശേഷമാണ്. പിന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോൾ ക്ലാസ്സിന് പോവാറില്ല, ഒന്നാമത് ടൈമും കിട്ടാറില്ല കേട്ടോ. അപ്പം നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിന് പോകണം. പിന്നെ എന്തൊക്കെയാണ്, അപ്പോൾ ഞാനിതാ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. എന്നും സ്പോട്ടിലല്ലേ ഞാൻ വോയിസ് കൊടുക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വോയിസ് ഓവർ കൊടുക്കാമെന്ന് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസ് ഇങ്ങനെ എടുത്തത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്ന് ഇപ്പോൾ പഠനോത്സവം പരിപാടി ഉണ്ട്. പിന്നെ എനിക്ക് ഷോപ്പിലേക്ക് പോകണം. പിന്നെ ഞാൻ ഇന്നലെ കുറ്റിപ്പുറം പോയിട്ട് ഞാൻ ആകെ ക്ഷീണിച്ചു. നോമ്പിൻ്റെതാണ്, നോമ്പിൻ്റെ അല്ല, ബസ്സിൽ കയറിയിട്ടുള്ള ആ ഒരു വോമിറ്റിങ് വരെ, അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഒന്നും കഴിക്കാതില്ല നോമ്പായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് കുറ്റിപ്പുറം പോകണില്ല വിചാരിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാണ് അൻസിമോൾ ഞാനൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടാണ്, ഞാനത് തയ്ച്ചതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല തോന്നുന്നു. ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇടും, എന്നാൽ വരികയെന്നറിയില്ല. അപ്പോൾ അതാ കുട്ടികൾ പഠനോത്സവത്തിൻ്റെ പരിപാടികൾ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ടീച്ചർ ഇതാ അതിന് വേണ്ടി എല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ശേഷം തോന്നുന്നു പരിപാടി, കറക്റ്റ് എനിക്കറിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി ഷോപ്പിലേക്ക് പോവുകയാണ്. അസ്മിക്കുട്ടൻ എനിക്കൊരു ഉമ്മൊക്കെ തന്ന്, സ്ഥിരം തരാറുള്ളതാണ്, പക്ഷെ ഇന്ന് ഞാൻ വീഡിയോയിൽ പെടുത്തിയെന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിരുന്നു എനിക്കൊരു കല്യാണ വർക്കുണ്ട്. അപ്പോൾ അതിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റോൺ വാങ്ങാൻ പോയതൊക്കെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതാ ബ്ലൗസ് ഇങ്ങനെ ഓരോരോ ബ്ലൗസ് തയ്ച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് അമ്മയ്ക്കുള്ള ബ്ലൗസാണ്. അത് സിമ്പിളാക്കിയിട്ട്, അമ്മ ടീച്ചറാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് സിമ്പിളാക്കിയിട്ട് മതി എന്ന് പറഞ്ഞ്. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആക്കി. ഇതാണ് കേട്ടോ അതിൻ്റെ സാരി വരുന്നത്. നല്ല ഭംഗിയില്ലേ, നല്ലൊരു ഒരു ഡാർക്ക് ഗ്രീനും ഡാർക്ക് റോസ് എന്ന് തന്നെയല്ലേ പറയുക, ഡാർക്ക് കളർ, നല്ല അടിപൊളിയാണ് കേട്ടോ. അതിലേക്ക് ആ ഗോൾഡൻ ബീഡ്സ് വർക്കും കൂടി വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ ഡിസൈൻ ചെയ്തത് ഞാൻ തന്നെയാണ്. പിന്നെ ചെറുതായിട്ട് ടീച്ചർ ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഇത് മോൾക്കുള്ളതാണ്. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ ബ്ലൗസിൻ്റെ തുണി ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിരുന്നു. പിന്നെ ഇതാ ഇതും അടിപൊളിയാണ് കേട്ടോ, നല്ല അത്യാവശ്യം റേഞ്ച് വരുന്ന സാരികളാണ്. പിന്നെ ഇത് തയ്ച്ച് കഴിഞ്ഞു. അപ്പം ഇനി ഇതും കഴിഞ്ഞിട്ടില്ല, കംപ്ലീറ്റ് ആക്കില്ല കേട്ടോ. കൈ ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കഴുത്ത് ഡിസൈൻ ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ സാരി വരുന്നത്, നല്ല ഭംഗിയില്ലേ. അപ്പോൾ പിന്നെ അതാ മൂന്നാമത്തെ സാരിയാണ് കേട്ടോ. അത് അടിപൊളി ഒരു ചാണാപ്പച്ചയും പിന്നെ ഒരു എന്താ പറയുക, നമ്മളെ വാടാപ്പൂ മല്ലിൻ്റെ കളറൊക്കെ അല്ലേ. അപ്പോൾ ആ ബ്ലൗസ് തയ്ച്ച് കൊണ്ടുപോയിട്ടോ, ഡിസൈനൊക്കെ ചെയ്ത് അവർ തയ്ച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർ കൊണ്ടുവരികയാണെങ്കിൽ ഞാനത് ഇനിയുള്ള വ്ളോഗിലായിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ ആ സാരീൻ്റെ വർക്ക് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് മറ്റേ സാരി കേട്ടോ, നല്ല ഭംഗിയില്ല. അപ്പം ഇനി ഇതൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് വേണം കൊടുക്കാൻ. ഇപ്പം ഇനിയും ബ്ലൗസുകൾ ഇനിയും വരാനുണ്ട് കേട്ടോ. കല്യാണ വർക്ക് ഇങ്ങനെ അവർ ഒന്നിച്ച് തരുന്നില്ല, കുറേശ്ശെ തരും. അപ്പോൾ എനിക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ തരുന്നത്. പിന്നെ ഏപ്രിലല്ലേ കല്യാണം വരുന്നത്, അപ്പോൾ അതുകൊണ്ടാണ്. ഇതൊരു എന്താ പറയുക, സിൽക്ക് മോഡൽ ചുരിദാർ ബിറ്റാണ് കേട്ടോ. എനിക്കിത് നാളെ കൊടുക്കാമല്ലോ. അപ്പം ഇനി ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഇനി വീട്ടിലേക്ക് പോകാൻ. ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഞാൻ 3:30 വരെ ഷോപ്പിലിരിക്കാറുള്ളൂ. പിന്നെ 3:30ക്ക് അസ്മിക്കുട്ടനിക്ക് സ്കൂളും വിടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവനും കൂട്ടിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുക. അപ്പോൾ എളുപ്പമാണല്ലോ. അപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അംഗനവാടി വിട്ട് കുട്ടികളൊക്കെ ഫോൺ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അസ്മിക്കുട്ടനെ വിളിച്ചു. അസ്മിക്കുട്ടനിക്ക് ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ പഴം വാങ്ങി, പിന്നെ അതിൻ്റെ കൂടെ പഴം വാങ്ങിയിട്ട് ഞാൻ വരിക. അപ്പോൾ എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീം വാങ്ങി കൊടുത്ത് അങ്ങനെ പോകുക കേട്ടോ. അവിടെ ഗിനിക്കോയി ഇരിക്കുന്നുണ്ട്, കാണാൻ. ഗിനിക്കോയി മരത്തിൻ്റെ പോലെ.